അതെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ്, നിങ്ങളുടെ സൈസിൽ നിങ്ങളുടെ ഷേപ്പിൽ ചട്ടികൾ മാത്രമല്ല കേട്ടോ, പല കാര്യങ്ങൾ. ഈവൻ ഒരു വീട് വേണേലും നമുക്ക് പ്രീ കാസ്റ്റഡ് ആയിട്ട് കിട്ടുന്നതാണ്. ഇതൊന്ന് വീട്ടിൽ കൊണ്ടുപോകാൻ നോക്കിയിട്ടേ, വീട്ടിലൊന്നും കൊണ്ടുപോകാൻ നടക്കത്തില്ല. പക്ഷേ നമ്മൾ വന്നിരിക്കുന്ന ഒരു അടിപൊളി സ്ഥലത്താണ്. ഇവർ ടൈൽസിൽ നിന്നാണ് ബിസിനസ് തുടങ്ങിയത്. പക്ഷേ ടൈൽസിൽ നിന്ന് ബിസിനസ് തുടങ്ങി വേൾഡ് കപ്പ് വരെ എത്തിയിട്ടുണ്ട്. ഇതൊന്നും അല്ല കേട്ടോ, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അവരോട് തന്നെ സംസാരിക്കണം. വാ, സംസാരിക്കാം. ഒരു ചായക്കട നിന്ന് സംസാരിച്ചാലോ? ഇവിടുത്തെ ചായക്കടയുണ്ട്, ഇവരുണ്ടാക്കിയ ചായക്കട. അങ്ങോട്ട് പോകാം, വാ. ഇതാണ് ഞാൻ പറഞ്ഞ ചായക്കട. എൻ്റെ കൂടെ സൂഫിയാനുണ്ട്. സൂഫിയാനാണ് ഇതിൻ്റെ പരിപാടികളെല്ലാം ചെയ്യുന്നത്. സൂഫിയാൻ, ചായക്കട, ടൈൽസ്, വേൾഡ് കപ്പ്, വേറെ എന്തൊക്കെയുണ്ട്? നമ്മള് മെയിൻ ആയിട്ട് ഈ പറഞ്ഞ പോലെ ചട്ടിയാണ് ഉണ്ടാക്കണത്. അങ്ങനെ തുടങ്ങിയത്. അപ്പൊ ചട്ടി എന്ന് പറയുമ്പോൾ ടൈൽസ് ആണോ തുടങ്ങിയത്? ടൈൽസ് നിർത്തിയിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ തുടങ്ങിയത്. അതെ അതെ, ടൈൽസിന്റെ ഒരു ഫാക്ടറി ആയിരുന്നു ശരിക്കും. ഒരു 20 കൊല്ലമായിട്ട് നമ്മൾ ഫെറോക്കോൺ ടൈൽസ് എന്ന് പറഞ്ഞ് ഉണ്ടാക്കുവാണ്. പിന്നെ നമ്മൾ ഈ ചട്ടിയിലേക്ക് മാറി. അപ്പൊ ചട്ടി എന്ന് പറയുമ്പോൾ ചെറിയ ചട്ടി അങ്ങനെയല്ല, നമ്മൾ ഇതിൽ ഒരു 6 അടിയൊക്കെ പൊക്കം വരുന്നത് വരെ ഹൈറ്റിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. വലിയ മരങ്ങളൊക്കെ വെക്കാൻ പറ്റുന്നില്ല. ആ മാർക്കറ്റ് ശരിക്കും ഒരുപാട് പേര് നമുക്കില്ല, അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്നാണ് ഇപ്പൊ പ്രൊഡക്റ്റ് കൊണ്ടുവരുന്നത്. അപ്പൊ നമുക്കത് ഇന്ത്യയിൽ തന്നെ ഇത് ഉണ്ടാക്കാം എന്നുള്ള ഒരു ആശയത്തിലാണ് ഇത് മൊത്തം സ്റ്റാർട്ട് ചെയ്തത്. ഈ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു ഹോംലി സ്ക്വയറിൽ. വലിയ വലിയ മരങ്ങൾ ഇന്തോനേഷ്യയിൽ നിന്നും അതുപോലെ തന്നെ വിയറ്റ്നാമിൽ നിന്നും ഒക്കെ കൊണ്ടുവരുന്നത്, ക്രിസ് ബോട്ടിൽ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ്. അപ്പോൾ അവർക്ക് വലിയ മരങ്ങളാണ്, ഒലിവിൻ്റെ ഒക്കെ ഒത്തിരി വലിയ മരങ്ങളാണ്. അതുപോലത്തെ മരങ്ങൾ ഒക്കെ ഇതിനകത്ത് വെക്കാം അല്ലേ? അല്ലെന്നുണ്ടെങ്കിൽ ബോൺസായി എന്ന് പറയുന്നത് വലിയ മരങ്ങളും ബോൺസായി ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ചെയ്യാവുന്നത്. എല്ലാം ചെയ്യാൻ പറ്റും. ഇപ്പൊ ശരിക്കും നമ്മൾ ആ ഒരു ട്രീയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ ചട്ടിയിലും ഇൻവെസ്റ്റ് ചെയ്താലാണ് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് മൊത്തത്തിൽ ഒരു വാല്യൂ വരുള്ളൂ. അല്ലാതെ നമ്മൾ ഇത്രയും നല്ലൊരു ചട്ടി അല്ലെങ്കിൽ നല്ലൊരു ചെടി മേടിച്ചിട്ട് ഒരു പ്ലാസ്റ്റിക് ചട്ടിയിൽ വെക്കേണ്ടതല്ല അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ്. ആ ഒരു കോൺസെപ്റ്റ് ആണ്. അതിനൊരു പ്രീമിയം ട്രീ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ചെടി വാങ്ങുമ്പോൾ അതിനൊരു പ്രീമിയം പ്ലേസ് കൂടെ നമ്മൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് അല്ലേ? അതേപോലെ തന്നെ നമ്മളിപ്പോൾ കാണുന്ന ഒരു ചായക്കട അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കോഫി ഷോപ്പ്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടെയ്നേഴ്സിൽ ചെയ്യുന്ന ഇഷ്ടംപോലെ കോഫി ഷോപ്പുകളുണ്ട്. അപ്പോൾ ഈ കണ്ടെയ്നേഴ്സിൽ ചെയ്യുന്നതും നിങ്ങളും തമ്മിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്? ഇതിൽ കോസ്റ്റ് കൂടുതൽ. ഇതിനിപ്പോൾ എത്ര രൂപ വരുമായിരിക്കും? ഇതെന്ന് പറയുമ്പോൾ ഒരു 1 lakhന്റെ അടിയിലേ വരുള്ളൂ. നമുക്കിപ്പോൾ ഒരു 6 അടി നീട്ടം, നമുക്കൊരു 4.5 അടി വീതിയാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു കണ്ടെയ്നർ ഒരാൾ മേടിക്കുമ്പോൾ ആദ്യം കണ്ടെയ്നറിന്റെ കോസ്റ്റ് മാത്രമേ അവർ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് പിന്നീട് ഇന്റീരിയർ നമ്മൾ ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ അകത്ത് ഫിനിഷ് ചെയ്ത് ഇലക്ട്രിക്കൽ ലൈൻ, പ്ലംബിംഗ് ലൈൻ മുതലായ കാര്യങ്ങൾ ചെയ്യണം. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ആ മൊത്തം സംഭവത്തിന് നമ്മുടെ ക്ലൈമറ്റിന് അത് ഡ്യൂറബിൾ അല്ല ഒട്ടും, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഒരുപാട് ചൂടായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ തുരുമ്പെടുക്കും. ഇതെന്ന് പറയുമ്പോൾ ഇത് കോൺക്രീറ്റ് ആണ് പ്രൊഡക്റ്റ്. കോൺക്രീറ്റ് ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് മെറ്റീരിയൽ ആണ്. നമ്മളിത് എവിടെ കൊണ്ടുപോയി ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് എടുത്ത് മാറ്റാൻ പറ്റും, കണ്ടെയ്നർ പോലെ തന്നെ. അറ്റ് ദ സെയിം ടൈം നമ്മൾ പറയുന്ന കോസ്റ്റിൽ ഇലക്ട്രിക്കൽ ലൈൻ, പ്ലംബിംഗ് ലൈൻ, ഫ്ലോർ ടൈൽസ്, പെയിന്റിങ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ബേസിക് ഫർണിഷിംഗ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ 1 lakhന് താഴെ വരുള്ളൂ. അതെ അതെ. അതേപോലെ സൂഫിയ മുമ്പേ പറഞ്ഞില്ലായിരുന്നോ ഈ സാധനത്തിന് നാച്ചുറൽ ആയിട്ട് ഒരു വെതർ പ്രൂഫിംഗ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അത് അങ്ങനെ പറയുന്നതിന്റെ എന്നാ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. മെയിനായിട്ട് ഇത് സിമെന്റ് ആണ്. നമ്മൾ കാണുന്നത് അകത്തും പുറത്തും നമ്മൾ കാണുന്നത് സിമെന്റ് ആണ്. പക്ഷെ അതിന്റെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത് ഈ ഒരു മെറ്റീരിയൽ ആണ്. ഇത് ശരിക്കും EPS എന്ന് പറയും, എക്സ്പാൻഡഡ് പോളിസ്റ്റൈറീൻ എന്ന് പറയും. നമ്മൾ തെർമോക്കോൾ എന്ന് സാധാരണ വിളിക്കുന്ന അതേ മെറ്റീരിയൽ തന്നെയാണ്. പക്ഷെ അതിന്റെ ഒരു 5 സെന്റിമീറ്റർ ലെയർ ആണ് ശരിക്കും ഇതിന്റെ അകത്ത് ഫുൾ ഓടുന്നത്. അതിന്റെ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്ന ഈ 2 ലെയറിലും വരുന്ന മെഷാണ്. അപ്പൊ ഇത് നമുക്ക് കാണുമ്പോൾ 2 ഫേസിൽ മാത്രമേ ഉള്ളൂങ്കിൽ ഇതിൽ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ മെഷ് ക്രോസ് ആയിട്ട് 2ലേക്കും കണക്റ്റഡ് ആണ്. അപ്പൊ നമ്മൾ അകത്തൂടെ ഇപ്പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ 2 സൈഡിലും സിമെന്റ് ഷോർട്ട് ക്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ ഫുൾ ബിൽഡിംഗ് ഒറ്റ സ്ട്രെങ്ത്തിലാണ് അത് വന്ന് നിൽക്കുന്നത്. ഒറ്റ കമ്പിയിൽ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നതിന് പകരം ഫുൾ ബിൽഡിങ്ങിന്റെ വാളിൽ റീഇൻഫോഴ്സ്മെന്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ സാധനം ഇവിടെ ഉണ്ടാക്കി വേറൊരു ഇപ്പൊ തമിഴ്നാട്ടിലോ ബാംഗ്ലൂർ വരെ നമുക്ക് വേണമെങ്കിൽ കൊണ്ടുപോയി ഇറക്കി വെക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊടുത്തോളൂ ഈ പ്രൈസിൽ തന്നെ, അതോ ട്രാൻസ്പോർട്ടേഷൻ എക്സ്ക്ലൂഡഡ് ആണ്? നമുക്കിപ്പോൾ എറണാകുളം ജില്ലയിലാണെങ്കിൽ നമുക്ക് അത് ഇൻക്ലൂഡിംഗ് ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷെ മെയിൻ ആയിട്ട് വേറെ നമ്മൾ ഡിസ്ട്രിക്ട് വിട്ട് പോകുമ്പോഴത്തേക്കും അവർ ഏത് ലൊക്കേഷനാണ് ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ എക്സ്ക്ലൂഡ് ആയിട്ട് തന്നെയാണ് വെക്കുന്നത്. പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞത് ഇപ്പോൾ ഒരു കോഫി ഷോപ്പ്
ഷോപ്പിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ചട്ടികൾ ഇഷ്ടംപോലെ വെറൈറ്റികൾ, പല ഷേപ്പിൽ, പല ഹൈറ്റിൽ, പല സൈസിൽ. ഇപ്പോൾ എൻ്റെ സൈസിൽ വേണമെന്നുണ്ടെങ്കിൽ, അല്ല എൻ്റെ സൈസിൽ എനിക്ക് ഇഷ്ടമുള്ള സൈസിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഇവരോട് പറഞ്ഞ് പ്രീകാസ്റ്റ് ചെയ്ത് അവർ നമുക്ക് ചെയ്തു തരും. അതല്ല ജനാലകൾ വേണമെന്നുണ്ടെങ്കിൽ ജനാലകൾ, ബാത്റൂംസ് അല്ലെങ്കിൽ വാഷ്റൂംസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒത്തിരി ഉണ്ട് കേട്ടോ. ഇവരുടെ വർക്ക് സ്പേസ് ആണിത്. ഇപ്പോൾ ഇതിനകത്തൂടെ നമ്മൾ നടന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈവൻ ഒരു വീട് വേണമെങ്കിലും ചെയ്യാവോ? അതെ, നമ്മളിപ്പോൾ ഇവിടെ തുടങ്ങിയെന്നുള്ളൂ. നമ്മൾ ഫ്യൂച്ചർ പ്രതീക്ഷിക്കുന്ന ഇതേപോലെ 2 നില 3 നിലയൊക്കെ വരുന്ന ഹോസ്റ്റൽ പോലെ വരെ റൂംസ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ആലോചിക്കുന്നത്. അതെ, ഇപ്പം വിൻഡോസ്, പല ഷേപ്സിലുള്ള കഥകൾ, അതെല്ലാം ചെയ്യുന്നുണ്ട് അല്ലേ? നിങ്ങൾ ശരിക്കും ഒരു സൂഫിയാൻ ഒരു ആർക്കിടെക്ട് സ്റ്റുഡന്റ് അല്ലായിരുന്നു? ഞാൻ ആർക്കിടെക്ട് സ്റ്റുഡന്റ് ആണ്, ആർക്കിടെക്ട് ആണ്. ഇപ്പോഴും സ്റ്റുഡൻസ് ആണോ? ഇപ്പോൾ ഒരു രീതിയിൽ അതെ, ഒരു രീതിയിൽ സ്റ്റുഡന്റ് തന്നെയാണ്. പക്ഷെ നമ്മളിപ്പോൾ ബിസിനസ്സിലേക്ക് മാറി ഫുൾ ടൈം നമ്മൾ ഇതിന്റെ മാനേജ്മെന്റും ഡിസൈനും കാര്യങ്ങളുമായിട്ടാണ്. അതെ, നമ്മളിപ്പോൾ ഇപ്പം ഈ പ്രൊഡക്റ്റ് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും ഡിസൈൻ ഓറിയന്റഡ് ആണ്. അപ്പോൾ ഒരു ഡിസൈൻ സാന്നിധ്യം എപ്പോഴും എന്ത് കാര്യം ചെയ്താലും അതിലുണ്ടാവും എന്നുള്ളതാണ്. ഈ കോഫി ഷോപ്പ് എന്ന് പറയുമ്പോൾ ഈ ഒരു സൈസ് മാത്രമല്ല, നമ്മൾ പറയുന്ന സൈസിൽ ഇവർ ചെയ്തു തരുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അപ്പുറത്തിരിക്കുന്ന കോഫി ഷോപ്പ് അല്ലാതെ ഒരു യൂട്ടിലിറ്റി സ്റ്റോറാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഷേപ്പും സൈസും വ്യത്യാസമാണ്. വേറൊരു കോഫി ഷോപ്പ് അപ്പുറത്തിരിപ്പുണ്ട്, അതിൻ്റെ ഷേപ്പ് വ്യത്യാസമുണ്ട്, അതിൻ്റെ സൈസും വ്യത്യാസം കാണും. അപ്പോൾ നമുക്ക് എന്താണോ, നമുക്ക് എങ്ങനെ കസ്റ്റമൈസ് ചെയ്യണോ ആ രീതിയിൽ ഇവരോട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരത് ചെയ്തു തരും. അകത്തൊരു അത് സ്റ്റോർ റൂമാണോ അത്? അതെ, നമ്മളൊരു ഡിസ്പ്ലേ പോലെയുണ്ട്. പിന്നെ മെയിൻലി മാനുഫാക്ചറിങ് ആണ് ഇത് മൊത്തം. നമ്മളിപ്പോൾ ഒരാൾ വന്നാലും ഫുൾ അത് അങ്ങനെയായിട്ടാണ് നമ്മളത് കാണിക്കുന്നത്. ഇപ്പം ഫ്ലോർ ടൈൽസ് ഇപ്പം ഇല്ല കേട്ടോ, പണ്ടുണ്ടായിരുന്നു. ആ പരിപാടി കംപ്ലീറ്റ് ആയി നിർത്തി. ചട്ടികളുണ്ട്, അതുപോലെ തന്നെ ഇതുപോലെ പ്രീ കാസ്റ്റഡ് ആയിട്ടുള്ള ബിൽഡിങ്സ് അല്ലെന്നുണ്ടെങ്കിൽ റൂംസ്, ഡോർ ഡോർ എന്ന് പറയുന്നു അതോ ജാലി എന്ന് പറയാം, പാനൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണുള്ളത്. നിങ്ങൾക്ക് വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ്. ഒരു പക്ഷേ നിങ്ങളൊരു വീട് വെക്കാനായിട്ടോ അതുപോലെ തന്നെ ഒരു കോഫി ഷോപ്പ് വാങ്ങാനായിട്ടോ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും മറന്നു പോകാതെ കോൺടാക്ട് ചെയ്യേണ്ട ഒരു കൂട്ടരാണ് സൂഫിയാനും കൂട്ടരും. സൂഫിയാൻ, നിങ്ങളുടെ ബിസിനസിന്റെ പേരെന്താ? ഫെറോക്കോൺ എന്നാണ് കമ്പനിയുടെ പേര്. എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് കളമശ്ശേരിയിലാണ്. കൊച്ചിയിൽ കളമശ്ശേരിയിലാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ ഒക്കെ ഇപ്പുറത്തെ സൈഡിലായിട്ട് വരും. ഇതിന് ഈ സ്ഥലത്തിന് എന്താ പറയാ? മണലിമുക്ക് എന്നാണ് ഈ സ്ഥലത്തിന് പറയുന്നത്. മണലിമുക്ക്. ഞാൻ ലൊക്കേഷൻ GPS ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ നോക്കിയാൽ മതി. അതേപോലെ തന്നെ നമ്മൾ സ്കൾപ്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞില്ല. ഇവർ സ്കൾപ്ചേഴ്സും ചെയ്യുന്നുണ്ട്. നമ്മൾ അവിടെ നിന്ന് തുടങ്ങിയത് തന്നെ നമ്മൾ വേൾഡ് കപ്പ് പിടിച്ചിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ വേൾഡ് കപ്പ് ഒക്കെ അത് സിമെന്റിലാണോ ചെയ്തിരിക്കുന്നത് അതോ? സിമെന്റ് എന്ന് പറയുമ്പോൾ GFRC എന്നാണ് കറക്റ്റ് പറയുന്നത്. നമ്മൾ സിമെന്റിന്റെ അകത്ത് കുറച്ച് കെമിക്കൽസും അതേപോലെ ഒരു ഫൈബറും ആണ് മിക്സ് ചെയ്യുന്നത്. ഈ ഫൈബർ പുറത്തുനിന്ന് നമ്മൾ ജപ്പാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുവാണ്. അപ്പൊ അതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇത് ദ്രവിച്ചു പോകില്ല കോൺക്രീറ്റിന്റെ അകത്ത് കിടന്നുകൊണ്ട്. പക്ഷേ ഈ നമ്മൾ തെർമോക്കോൾ പറയുന്നത് നമ്മൾ സാധാരണ അത് തന്നെയാണോ ഇതിനകത്തുള്ളത്? അതെ, തെർമോക്കോൾ തന്നെയാണ് ഇപ്പൊ ഇതിന്റെ അകത്തുള്ളത്. അതൊരു ടെക്നീക്കാണ്. നമുക്ക് തെർമോക്കോളിൽ ആദ്യം ഇത് സാധനം കാർവ് ചെയ്യാൻ ഈസിയാണ്. ഷേപ്പ് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഒന്നല്ലെങ്കിൽ GRC വെച്ച് അതിനെ കോട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് അച്ചുണ്ടാക്കിയതിന് ശേഷം അതിന്റെ അകത്ത് നമുക്ക് ഈ പറഞ്ഞ GRC കാസ്റ്റ് ചെയ്തും പ്രൊഡക്റ്റ് ഉണ്ടാക്കാം. അങ്ങനെ വരുമ്പോൾ അങ്ങനെ GRC കാസ്റ്റ് ചെയ്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ വെയിറ്റ് കൂടാൻ സാധ്യതയുണ്ട് അല്ലേ? വെയിറ്റ് കൂടാൻ സാധ്യതയുണ്ട്. പുറത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറെ കൂടി ലൈറ്റ് ആയിരിക്കും. ഒരു 20-25% വെയിറ്റ് കുറവായിരിക്കും. അപ്പൊ ഇവിടെ ഇപ്പം നമ്മൾ കാണുന്ന മെഷീൻ ഉണ്ടല്ലോ, അത് ഇവരൊരു ഡിസൈൻ കൊടുക്കും കമ്പ്യൂട്ടറിൽ. ആ ഡിസൈൻ അനുസരിച്ച് മെഷീൻ തന്നെ ചെയ്തോളൂ. ഇവര് പണിയൊന്നും എടുക്കുന്നില്ല. ചുമ്മാ പറഞ്ഞ. അപ്പോൾ ഇതുപോലെ തന്നെ ഇവർ കുറെ ടവേഴ്സ്, അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ചില കല്യാണ മണ്ഡപങ്ങളിലൊക്കെ ആയിട്ട്, വലിയ കല്യാണ മണ്ഡപങ്ങളിലൊക്കെ പല ഷേപ്പ് അല്ലേ, അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഇത് ഉപകാരപ്പെടും. ഇനി ചോദിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ഞാനൊരു കോഫി ഷോപ്പൊക്കെ മേടിച്ചുകൊണ്ട് പോയി, അത് എത്ര നാൾ ലാസ്റ്റ് ചെയ്യും? അല്ല, അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഇതിൽ ദ്രവിച്ചു പോകുന്നൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. നമ്മൾ ഈ ഒരു കമ്പി ആഡ് ചെയ്യുന്നതിന് മെഷായിട്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ആൾക്കാർ പലപ്പോഴും തിരിച്ചറിയാത്തൊരു കാര്യം, ഇത് നമുക്ക് റീസെല്ലബിൾ ആണ്. ഇത് അവിടെ ഒരു ബിസിനസ് നമ്മൾ ചെയ്ത് ഒരുപാട് ആഗ്രഹങ്ങളോടെ ഇരിക്കുക ബിസിനസ് ചെയ്യുന്നത്. ആ ബിസിനസ് നമ്മൾ വിചാരിച്ച രീതിയിൽ പോയില്ല. നമ്മൾ അതിന്റെ അകത്തുള്ള പാർട്സും ടേബിളൊക്കെ നമ്മൾ സെക്കൻഡ് കൊടുക്കും. അതേപോലെ തന്നെ ഇതിന്റെ കൂടെ തന്നെ ഈ ബിൽഡിങ്ങും റീസെയിൽ വാല്യൂ ഉള്ളത് തന്നെയാണ്. ഇതിന് വേറെ ഡാമേജസും കാര്യങ്ങളൊന്നും അങ്ങനെ വരുന്നതല്ല. ഒരു ബിൽഡിംഗ് ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ആലോചിക്കാൻ പറ്റുന്നതാണ് അതിന്റെ ഒരു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ആശയം മനസ്സിൽ വരികയാണ്, ഇത് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നേരെ സൂഫിയാനെ കോൺടാക്ട് ചെയ്യുക. ഇവരുടെ കമ്പനിയുടെ ഡീറ്റെയിൽസും ഫോൺ നമ്പറും എല്ലാം കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. അതുപോലെ തന്നെ ഹോംലി സ്ക്വയറിൽ കൂടുതൽ ഇതേപോലത്തെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കാണുക, കൂടെ ഉണ്ടാവുക. തൽക്കാലത്തേക്കിന് ബൈ. സൂഫിയാൻ ഒരു ബൈ പറയൂ.
ഒരു ടീസർ പറയാനായിട്ട് ഇതിനകത്തൊക്കെ കയറിയിരുന്നു. ഇനിയിപ്പോ ഇറങ്ങി കഴിയുമ്പോഴത്തേന് തലകുത്തി മറിഞ്ഞ് പോകാതിരുന്നാൽ മതി. ഓ ഇനിയിപ്പോ ഏത് ഭാഗത്തൂടെ ഇറങ്ങുക എൻ്റെ ഒന്നൈ. രക്ഷപ്പെട്ടു.